സഞ്ജുവിനും ഇറീനയ്ക്കുമൊപ്പം ഞാൻ കസാഖിസ്ഥാനിലെ സാത്തി ഗ്രാമത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. അവിടെ പലയിടത്തും വീടുകളുടെ തൊടിയിൽ യുർട്ട് ഹൗസുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കാണാം. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ളതാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുകയും അതിലൂടെ നാട്ടുകാർ വലിയ വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സാത്തി. ഇവിടെ ചെറിയൊരു മാർക്കറ്റുണ്ട്. ഗ്രാമത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ നിന്നാണ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോവുക. ഞങ്ങൾ അവിടേക്ക് കയറി. ഒരു ഭാഗത്ത് ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ കുറെ സാധാരണ പാക്കറ്റ് സാധനങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ചെറിയൊരു മാർക്കറ്റ്. 2 കുപ്പി വെള്ളമേ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. അത് അവിടെ നിന്ന് വാങ്ങി. ഒരു അമ്മൂമ്മയും കൊച്ചുമകനും കൂടിയാണ് കച്ചവടം. കൊച്ചുമകൻ മിഠായി നുണഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ അടുത്തു തന്നെയാണ് ഇവരുടെ വീട്. തനി കസാഖ് സ്ത്രീയാണ് അമ്മൂമ്മ. തലയിലെ കെട്ട് ഇവരുടെ പാരമ്പര്യ വേഷത്തിന്റെ ഭാഗമാണ്. ഫോണിലൂടെയാണ് പേയ്മെന്റ് ഒക്കെ, അല്ലാതെ കറൻസിയായി വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ആ കടയുടെ അകമൊന്ന് കാണണമെന്ന് കരുതി കയറിയതാണ്. ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങി. അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരണം. കാറിൽ കയറി സാത്തി ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. സാത്തിയൊക്കെ സോവിയറ്റ് കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. സോവിയറ്റ് കാലത്തിന് ശേഷം വന്നത് വലതുവശത്തുള്ള തരം കുറച്ച് കെട്ടിടങ്ങളാണ്. ടൂറിസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ചെറിയ ഹോട്ടലുകളൊക്കെയാണത്. ഇപ്പോൾ ഇവർക്ക് കൃഷിയേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ടൂറിസത്തിലൂടെയാണ്. മിക്കവാറും വീടുകളോട് അനുബന്ധിച്ച് ഒരു യുർട്ട് പണിതു വച്ചിരിക്കും. അല്ലെങ്കിൽ അവരുടെ വീട് തന്നെ ഹോം സ്റ്റേ ആക്കി മാറ്റും. കന്നുകാലി വളർത്തലും കുതിര വളർത്തലുമൊക്കെയാണ് പ്രധാനമായും ഇവരുടെ മറ്റു വരുമാന മാർഗങ്ങൾ. ഇടതുവശത്ത് കാണുന്നത് യുർട്ടുകളാണ്. സാത്തി ഗ്രാമം പിന്നിടുന്നു എന്ന ബോർഡ് കണ്ടു. വീണ്ടും മല കയറി പോകുമ്പോൾ കുറെ ഭാഗത്ത് പുൽമേടുകളിൽ കുതിരകൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ആടുകളെയും പശുക്കളെയും മേയിച്ചു നടക്കുന്നത് പോലെ കുതിരകളെ മേയിക്കുന്നത് അപൂർവമായിട്ടാണല്ലോ കാണുക. അവിടവും പിന്നിട്ട് ഞങ്ങൾ മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. അവിടേക്കുള്ള വഴിയെ പലയിടത്തും ഗ്രാമങ്ങൾ കാണാം. ഈ ഗ്രാമങ്ങളിൽ പലതിലും റഷ്യൻ വംശജരും വന്ന് സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പോകവേ ഒരിടത്ത് ഒരു തേനീച്ച വളർത്തൽ കേന്ദ്രം കണ്ടു. വിശാലമായ പുൽമേടിന് നടുവിലാണത്. ഏതാനും ട്രക്കുകൾ കിടപ്പുണ്ട്. കാരവൻ പോലുള്ള വാഹനങ്ങളാണ്. അതിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും തേൻ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുമെല്ലാം ഉണ്ടാവും. ഒരു ട്രക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഞങ്ങളും കാറിൽ നിന്നിറങ്ങി. ഇവിടെ തേൻ വിൽക്കുന്നുണ്ടോ എന്നാണ് ഇറീന ചോദിച്ചത്. വിൽപ്പനയുണ്ട്. ആൾ ആടിയാടിയാണ് ഇറങ്ങി വരുന്നത്. വോഡ്ക അടിച്ച് കിറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ഒരു പട്ടിയുണ്ട് കൂട്ടിന്. പുറത്ത് റോഡ് സൈഡിലാണ് വിൽപ്പനയ്ക്കുള്ള തേൻ നിരത്തി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടേക്ക് ചെന്നു. ഇറീനയ്ക്ക് കുറച്ചേറെ തേൻ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഒറിജിനൽ ആയിരിക്കുമെന്ന് ഇറീന പറയുന്നുമുണ്ട്. ഇവർ മായമൊന്നും ചേർക്കില്ല. സിറ്റിയിൽ വിൽപ്പനയ്ക്കെത്തുന്ന തേനിൽ ചിലപ്പോൾ മായം ചേർത്തെന്നിരിക്കും. പല നിറങ്ങളിലുള്ള തേൻ. തേനീച്ച ഇവിടെ ചുറ്റിപ്പറ്റി പറക്കുന്നുണ്ട്. വേണമെങ്കിൽ സാമ്പിൾ തേനും തരും കച്ചവടക്കാരൻ. ഏത് വേണമെന്നുള്ളതാണ് സംശയം. കച്ചവടക്കാരൻ പല സ്ഥലങ്ങളുടെ പേരുകളൊക്കെയാണ് പറയുന്നത്. തേനിൽ കടും നിറമുള്ളതും ഇളം നിറമുള്ളതുമൊക്കെയുണ്ട്. ഓരോ സ്ഥലത്തെയും പുൽമേടുകളിലാണ് ഇവർ പെട്ടികൾ സ്ഥാപിച്ച് തേനെടുക്കുന്നത്. ഈ പ്രദേശത്ത് മരങ്ങളൊന്നുമില്ല. പുല്ലിന്റെ പൂവിൽ നിന്നാണ് തേൻ ഉണ്ടാകുന്നത്. ഓരോ മലനിരകളിലെയും പുല്ലിന്റെ വ്യത്യാസമനുസരിച്ചാണ് അവിടങ്ങളിലെ തേനിന് രുചിവ്യത്യാസവും നിറവ്യത്യാസവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് കച്ചവടക്കാരൻ പറയുന്നു. തേനീച്ചപ്പെട്ടികളുമായി പല സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കും. ഈ പ്രദേശത്തെ തേൻ ശേഖരണത്തിനുള്ള സാഹചര്യം കുറയുമ്പോൾ വേറൊരിടത്തേക്ക് പോകുന്നു. 4 പാത്രം തേൻ ഇറീനയും സഞ്ജുവും വാങ്ങി. എനിക്ക് വേണമോ എന്ന് ചോദിച്ചു. ലഗേജിൽ തേൻ പോലുള്ള സാധനങ്ങളുമായി വിമാനത്തിൽ കയറാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ലഗേജ് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ ഏത് രൂപത്തിലാണ് അവിടെ എത്തുകയെന്ന് പറയാനാവില്ല. ഇറീന 4 കണ്ടെയ്നർ തേൻ വാങ്ങി നടക്കുകയാണ്. ഇവർക്ക് നല്ല കച്ചവടമുണ്ട്. ദിവസം 50 കണ്ടെയ്നറൊക്കെ വിറ്റുപോകുമെന്നാണ് കച്ചവടക്കാരൻ പറയുന്നത്. ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് വിശദമായി പരിചയപ്പെട്ടു. ആളൊരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ശേഷം തുടങ്ങിയതാണ് തേനീച്ച വളർത്തൽ. 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ഇത് നടത്തുന്നത്.
രണ്ടുപേർ എപ്പോഴും ഇവിടെ കാണും, രണ്ടുപേർ പട്ടണത്തിലുമായിരിക്കും. അങ്ങനെ മാറി മാറി നിന്നാണ് തേനീച്ച വളർത്തലും തേൻ കച്ചവടവും. ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. രാത്രിയും പകലുമൊക്കെ ഇവിടെ താമസിക്കും. 2 ലോറികളിലായിട്ട് 2 പേർക്ക് ഒരേ സമയം താമസിക്കാം. ഒരു ബെഡ്റൂമും ടോയ്ലറ്റ് ഫെസിലിറ്റിയുമെല്ലാം ഈ വാഹനങ്ങളിലുണ്ട്. സൗന്ദര്യമൊന്നുമില്ലാത്ത കാരവൻ അതിനകം ഒരു വീട് പോലെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഏതാനും ട്രെയിലറുകൾ കിടക്കുന്നുണ്ട്. അതിലാണ് തേൻപെട്ടികൾ കൂടുതലുള്ളത്. ഇടയ്ക്കിടെ തേൻപെട്ടികളുമായി ഇവർ സ്ഥലം മാറിക്കൊണ്ടിരിക്കും. തേൻ കച്ചവടക്കാരനോടും അദ്ദേഹത്തിന്റെ പട്ടിയോടും യാത്ര പറഞ്ഞു. വേറൊരു പട്ടിയും ഇവിടെ കിടപ്പുണ്ട്. പട്ടികളാണ് കാവൽക്കാർ. അല്ലെങ്കിൽ രാത്രിയിൽ ആരെങ്കിലും വന്ന് തേൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമായിരിക്കാം. തേൻ വിൽപ്പനക്കാരുടെ പ്രദേശം പിന്നിട്ട് യാത്രയാവുകയാണ്. കസാഖിസ്ഥാൻ എന്ന രാജ്യം എത്ര വിശാലമാണ്! ചറിൻ ക്യാനിനിലേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ സൂചനാ ബോർഡുണ്ട്. ചറിൻ ക്യാനിന്റെ ഒരു ഭാഗമായ ബ്ലാക്ക് ക്യാനിനിൽ രാവിലെ ഞങ്ങൾ പോയിരുന്നു. ചറിൻ നദി തന്നെ ഒഴുകി സൃഷ്ടിച്ച മറ്റൊരു ക്യാനിനാണ് ഇവിടെയുള്ളത്. അത് പോകുന്ന വഴിക്ക് തന്നെയാണ്. ഈ യാത്രയിൽ അതും കാണണം. അന്തരീക്ഷം മേഘാവൃതമാണ്. ഏതാനും ബസ്സുകൾ വന്ന് കിടക്കുന്ന ഒരിടമുണ്ടിവിടെ. വിശാലമായ ഒരു പാർക്കിംഗ് യാർഡാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലായി. ടൂറിസത്തിന് വേണ്ടി വലിയ അത്ഭുതങ്ങളൊന്നുമുള്ള രാജ്യമല്ല കസാഖിസ്ഥാൻ. പക്ഷേ ഉള്ളതിനെ വലിയ അത്ഭുതങ്ങളായി ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. മേഘപാളികൾ മാറുന്നതിനനുസരിച്ച് വെയിൽ തെളിയുകയും മറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വിസിറ്റർ സെന്റർ, ക്യാനിനിലേക്കുള്ള എൻട്രൻസ്. മനോഹരമായി ഒരുക്കിയിട്ടിട്ടുണ്ട് വിസിറ്റർ സെന്റർ. ഞാൻ അതിനകത്തേക്ക് ചെന്നു. മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു കെട്ടിടം. ടൂറിസ്റ്റുകൾക്കായി എല്ലാ ഫെസിലിറ്റികളും ഒരുക്കിയിട്ടുണ്ട്. 2 നിലയായിട്ടാണ് വിസിറ്റർ സെന്റർ. മനോഹരമായ ആർക്കിടെക്ചർ. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ വെൽക്കം സെന്റർ അല്ലെങ്കിൽ വിസിറ്റർ സെന്റർ ഇതുപോലെ വ്യത്യസ്തതയുള്ളതാവണം. അത് പ്രതിഭാധനരായ ആർക്കിടെക്റ്റുമാരെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കണം. അതിന് കലാപൂർണത വേണം. വിസിറ്റർ സെന്ററിൽ ഇവിടെ ഒരു ലുക്കൌട്ട് പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ അതിവിശാലമായ ഒരു പ്രദേശം കാണാം. കുറെ കാറുകൾ ഇവിടെയുമുണ്ട്. ആ കാറുകൾ കിടക്കുന്നതിനപ്പുറത്തേക്ക് കുറെ നടന്നു ചെന്നെങ്കിലേ ക്യാനിയൻ കാണാൻ പറ്റുകയുള്ളൂ. താഴത്തെ നിലയിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പ്രത്യേകതരം ഗോവണിയാണ്, ഒരു പിരിയൻ ഗോവണി. നിലവും ചുമരുമെല്ലാം തടികൊണ്ട് പാനൽ ചെയ്തിരിക്കുന്നു. താഴെ ടോയ്ലറ്റ് ഫെസിലിറ്റി, റെസ്റ്റോറന്റ്, സുവനീർ കടകൾ എന്നിവയെല്ലാം ഉണ്ട്. ഇതാണ് താഴെ നിന്നുള്ള വിസിറ്റർ സെന്ററിന്റെ കാഴ്ച. താഴെ ഒരു വശത്ത് റെസ്റ്റോറന്റും മറുവശത്ത് സുവനീർ കടകളുമാണ്. ഞങ്ങൾ അവിടെ നിന്നും ക്യാനിയൻ കാണാൻ വേണ്ടി നടന്നു. ചറിൻ എന്ന നദി സൃഷ്ടിച്ചതാണ് ഇവിടുത്തെ ക്യാനിയൻ. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ രാവിലെ കണ്ടത്. 393 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ചറിൻ. അതിൽ 154 കിലോമീറ്റർ ദൂരം ക്യാനിയനിലൂടെയാണ് നദി ഒഴുകുന്നത്. യുഎസിലെ ഗ്രാൻഡ് ക്യാനിയൻ കണ്ടിട്ട് ഇവിടെ വരുമ്പോൾ വലിയ അത്ഭുതമൊന്നുമല്ല ഇത്. എന്നാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. വ്യത്യസ്തമായ ഒരു കാഴ്ചയുള്ള പ്രദേശത്തെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിലും ടൂറിസം കേന്ദ്രമാക്കാനാവും എന്നതിന്റെ തെളിവാണിത്. ലോകാത്ഭുതം തന്നെ വേണമെന്നൊന്നുമില്ല. വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊടുത്താൽ മതി. ഞങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ താഴെ പാറക്കെട്ടുകൾ കാണാം. ചെറിയ പാറയൊന്നുമല്ല അത്, വമ്പൻ പർവ്വതങ്ങളാണ്. 10ഓ 9ഓ നില കെട്ടിടത്തിന്റെ ഉയരമുള്ള പാറക്കെട്ടുകൾ. ക്യാനിന്റെ വക്കത്തുകൂടി ഇങ്ങനെ കിലോമീറ്ററോളം നടക്കാം. ചില ചെരുവുകളിലൊക്കെ ആളുകളുണ്ട്. അങ്ങ് താഴേക്കൂടി വേണമെങ്കിൽ കാറിലും പോകാം. പൊതുവെ ചറിൻ ക്യാനിയൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പല ക്യാനിയനുകളുടെ ഒരു ശൃംഖലയാണിത്. ഓരോന്നിനും ഓരോ പേരാണ്. ബ്ലാക്ക് ക്യാനിയൻ ആയിരുന്നു ഞങ്ങൾ രാവിലെ കണ്ടത്. അതുപോലെ യെല്ലോ ക്യാനിയൻ, റെഡ് ക്യാനിയൻ, ബെറ്റാമാക് ക്യാനിയൻ, ടെമർലിക് ക്യാനിയൻ എന്നിങ്ങനെ പല ക്യാനിയനുകളുണ്ട്. അതിൽ ടൂറിസം രംഗത്ത് ഏറ്റവും പ്രമുഖം ഈ ഭാഗമാണ്. വാലി ഓഫ് കാസിൽസ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ദുർഗങ്ങളുടെ താഴ്വര.
കോട്ടകളുടെയും കാസിലുകളുടെയും രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണ് ഈ ഭാഗത്തിന് വാലി ഓഫ് കാസിൽസ് എന്ന വിശേഷണം നൽകാൻ കാരണം. ചറിൻ ക്യാനിനിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഭാഗവും ഇതാണ്. പല രൂപത്തിലുള്ള പാറക്കെട്ടുകൾ. പുരാതന കാലത്തെ ഏതോ കോട്ടയുടെ ഭാഗങ്ങളാണ് അവയെന്നു തോന്നും. ഇവിടെ നിന്ന് കാണുന്നത് പോലെയല്ല. 100-150 മീറ്റർ ഉയരമുള്ളവയാണ് അവയോരോന്നും. ഇതിന്റെ ചുവട്ടിലൂടെ ഒരു റോഡ് പോകുന്നത് കാണാം. ഒരു മൺപാത. ഇവരുടെ ഒരു വാഹനത്തിൽ ആ മൺപാതയിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ടിവിടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവിടേക്ക് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്സ് ഇറങ്ങി മൺപാതയിലൂടെ താഴെ എത്തണം. ഇനിയിപ്പോൾ അതിന് നേരമില്ല. രാവിലെ ഇവിടെ വന്നിരുന്നെങ്കിൽ അതിലൂടെ കാറിൽ പോകാമായിരുന്നു. ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികളുടെ ഭാഗമായി സജ്ജീകരിച്ച കാറാണ്. ടൂറിസ്റ്റുകൾ വന്ന കാർ അവിടേക്ക് ഇറക്കാൻ അനുവദിക്കില്ല. ഇവരുടെ വാഹനം അങ്ങ് താഴെ കിടക്കുകയേയുള്ളൂ. ടൂറിസ്റ്റുകൾ അങ്ങോട്ട് നടന്നിറങ്ങണം. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ചില സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂചനാ ബോർഡുകളുണ്ട്. വെറുമൊരു വിജനപ്രദേശമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വൃത്തിയായി ഒരുക്കി വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഇടാനുള്ള സൗകര്യം, ക്യാനിനെക്കുറിച്ചുള്ള വിവരങ്ങളുള്ള ബോർഡുകൾ, വേലിക്കെട്ടുകൾ എല്ലാം പ്രൊഫഷണലായും കലാപരമായും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറെ കൂടി വലിയ പാറക്കെട്ടുകളാണ് മുന്നിൽ. പാറക്കെട്ടുകൾക്ക് ചുവട്ടിലൂടെ നദി ഒഴുകുന്നുണ്ട്. അത് ഇവിടെ നിന്നാൽ കാണുന്നില്ലെന്നേയുള്ളൂ. 427 കിലോമീറ്റർ നീളമുള്ള ചറിൻ നദി പ്രധാനമായും കസാക്കിസ്ഥാനിലൂടെ തന്നെയാണ് ഒഴുകുന്നത്. ചൈനയിലും കസാക്കിസ്ഥാനിലുമായി ഒഴുകുന്ന ഇലി നദിയിലാണ് ചറിൻ ചെന്നു ചേരുക. കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രകൃതി വിസ്മയമായ ചറിൻ ക്യാനിനെ സൃഷ്ടിക്കുന്നു എന്നതാണ് ചറിൻ നദിയുടെ പ്രാധാന്യം. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ. 3 പെൻഡ്രൈവുകൾ. ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ തിരികെ ഇവിടുത്തെ വിസിറ്റർ സെന്ററിലേക്ക് ചെന്നു. നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ. മനോഹരമായ റെസ്റ്റോറന്റ് ആണ്. എല്ലാ ഫെസിലിറ്റിയുമുണ്ട്. ടോയ്ലറ്റ് ഉണ്ട്. ഒന്ന് ഫ്രഷ് ആകേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയ നേരമാണ്. അകത്തിരിക്കുന്നതിനേക്കാൾ തിണ്ണയിലിരിക്കുന്നതാണ് രസകരം. ഈ ക്യാനിനും അതിന്റെ പരിസരത്തെ ആളുകളെയും ഒക്കെ കാണാം. ഞങ്ങളും തിണ്ണയിൽ തന്നെ പോയിരുന്നു. അകത്തുള്ളതിലും കൂടുതൽ ആളുകൾ ഇവിടെയുണ്ട്. നല്ല തണുപ്പ് വീണു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു. സഞ്ജു ജ്യൂസ് ആണ് ഓർഡർ ചെയ്തത്. ഞാനും ഇറീനയും ഓരോ കാപ്പിയും. നല്ല ചൂടുള്ള കാപ്പി. ആ കാപ്പിയൊക്കെ കുടിച്ച് പുറത്തേക്കിറങ്ങി. വിസിറ്റർ സെന്ററിന്റെ വ്യൂയിങ് പ്ലാറ്റ്ഫോം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്കത് നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു ലോകാത്ഭുതമായതുകൊണ്ടൊന്നുമല്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് അതിന് ചേരുന്ന ശൈലിയിൽ പണിതിരിക്കുന്നു. അതാണ് ആകർഷകമായ കാര്യം. ഇനി തിരിച്ചു പോവുകയാണ്. സൂര്യൻ അങ്ങ് പടിഞ്ഞാറേ ചക്രവാളത്തിൽ താഴാനൊരുങ്ങുന്നു. പക്ഷെ ഇപ്പോഴും ധാരാളം കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. ഈ കാറുകളിൽ വന്ന ആളുകളെ മാത്രം കാണുന്നില്ല. കുറച്ചുപേർ റെസ്റ്റോറന്റിൽ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവർ ക്യാനിന് താഴേക്കൊക്കെ പോയിട്ടുണ്ടാവണം. ഇറീന കാർ എടുത്തു. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ കാർ ഓടിക്കണമെന്ന് ഇറീനയ്ക്ക് വാശിയാണ്. യാത്ര തുടങ്ങി. ഇനി മടക്കമാണ്. ഇന്ന് ലക്ഷ്യമിട്ട കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ സമയം 6 മണിയാകുന്നു. 9 മണിയാകും അൽമാട്ടി സിറ്റിയിലെത്താൻ. 3 മണിക്കൂർ യാത്രയുണ്ട്.
യാത്രക്കിടെ ഇറീനയുടെയും പേരൻസിന്റെയും ഒക്കെ സോവിയറ്റ് കാല ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. അന്നത്തെ കഥകളൊക്കെ പറയാൻ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ട് ആ കാലമൊന്നും ഇറീനയ്ക്ക് വലിയ ഓർമ്മയില്ല. അന്ന് 5-6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഇന്റർനാഷണൽ ബിസിനസിൽ നിന്ന് ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് മാസ്റ്റർ ഓഫ് സയൻസ് ഡിഗ്രിയും എടുത്തു. പിന്നീട് പലയിടത്തും ജോലി ചെയ്തു. അതിൽ പ്രധാനമായത് ഫിലിപ്പ് മോറീസ് എന്ന സിഗരറ്റ് കമ്പനിയിലാണ്. അവിടെ ദീർഘകാലം പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ജോലി. ആ കഥകളൊക്കെ ഇറീന പറഞ്ഞുകൊണ്ടിരുന്നു. സോവിയറ്റ് കാലത്തിൽ നിന്നുള്ള മാറ്റത്തിന്റെ കാലത്തെക്കുറിച്ചൊക്കെ ഇറീന പിന്നീട് അറിഞ്ഞിട്ടുണ്ട്. ആളുകളെല്ലാം ഉത്കണ്ഠയിലായ നാളുകളായിരുന്നു അത്. ഭാവി എന്തായിരിക്കുമെന്ന് ആർക്കും വലിയ നിശ്ചയമില്ലായിരുന്നു. പ്രസിഡന്റ് ആരായിരിക്കുമെന്നോ ഗവൺമെന്റ് എങ്ങനെയുള്ളതായിരിക്കുമെന്നോ ഒന്നും പ്രവചിക്കാനാവാത്ത ഒരു കാലം. പ്രകടമായ ഒരു മാറ്റമുണ്ടായത് കറൻസിയിലാണ്. യൂറോപ്യൻ യൂണിയന് യൂറോ എന്ന പോലെ സോവിയറ്റ് യൂണിയന്റെ പൊതുവായ കറൻസിയായിരുന്നു റൂബിൾ. 1992-ൽ കസാക്കിസ്ഥാന് സ്വന്തമായി ഒരു കറൻസി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതാണ് ടെൻഗെ. ധാരാളം റൂബിൾ കയ്യിലുണ്ടായിരുന്നവർ പോലും ദരിദ്രരായി. കാരണം റൂബിളിന്റെയും ടെൻഗയുടെയും വിനിമയ നിരക്ക് വളരെ വ്യത്യാസമുള്ളതായിരുന്നു. സോവിയറ്റ് കാലത്തുണ്ടായിരുന്ന ഉൽപാദന യൂണിറ്റുകൾ മിക്കതും നിർത്തിപ്പോയതാണ് മറ്റൊരു പ്രതിസന്ധി. മാറ്റത്തിന്റെ സമയത്ത് ജനം ആകെ പ്രതിസന്ധിയിലായി. തൊഴിലില്ല, പണമില്ല, ആവശ്യത്തിന് ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് സാവധാനം രാജ്യം സാധാരണ നിലയിലേക്ക് വരികയായിരുന്നു. സോവിയറ്റ് കാലത്തെയും അതിനുശേഷമുള്ള കാലത്തെയും മാതാപിതാക്കൾ താരതമ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. തന്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളുടെ മാതാപിതാക്കളും ഉൾപ്പെടുന്ന പഴയ തലമുറ സോവിയറ്റ് യൂണിയൻ കാലത്തെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഇറീന പറയുന്നു. All of them say that it was safe, it was like calm. അത് സുരക്ഷിതവും സമാധാനപരവും ഭാവിയെപ്പറ്റി ആശങ്ക വേണ്ടാത്തതുമായ കാലമായിരുന്നു. പുതിയ തലമുറയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അവർക്ക് സോവിയറ്റ് യൂണിയനെ പറ്റി ഒന്നും അറിയില്ല. അവർക്ക് സങ്കല്പിക്കാൻ പോലും ആവാത്തതാണത്. ഞാൻ ഇവരുടെ മാതാപിതാക്കളെ പറ്റി ചോദിച്ചു. ഇറീനയുടെ ഗ്രാൻഡ് പേരൻസ് 2ാം ലോകമഹായുദ്ധകാലത്ത് റഷ്യയിൽ നിന്നും കസാക്കിസ്ഥാനിലെത്തിയതാണ്. ഇവിടെ ജനിച്ചവരാണ് ഇറീനയുടെ അച്ഛനമ്മമാർ. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പരസ്പരം കണ്ടുമുട്ടി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പേരൻസ്. അവർ ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്, ഒരു റെയിൽ വാഗൺ മെയിന്റനൻസ് ഫാക്ടറി. ഇപ്പോൾ ആ ഫാക്ടറി ഒന്നുമില്ല. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ആ ഫാക്ടറിയും പൂട്ടിപ്പോയി. സോവിയറ്റ് യൂണിയന് മൊത്തമായി റെയിൽ വാഗൺ ഉണ്ടാക്കിയിരുന്ന ഫാക്ടറിയായിരുന്നു അത്. യൂണിയൻ തകർന്നതോടെ അതിന്റെ ആവശ്യമില്ലെന്നായി. ഫാക്ടറി നിന്നെടുത്ത് റെസിഡൻഷ്യൽ ബിൽഡിംഗുകളും ഷോപ്പിംഗ് മാളുകളും മറ്റുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ഇറീന പറഞ്ഞു. കിലോമീറ്ററുകളോളം നോക്കത്താ ദൂരം അങ്ങനെ നേർരേഖ പോലെ കിടക്കുന്ന പാതയിലൂടെ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിജനമായ ഭൂമിയിലെ ആധിപത്യത്തിനു വേണ്ടി സാമ്രാജ്യങ്ങൾ തമ്മിൽ മത്സരിച്ച ഒരു കാലമുണ്ട്. ആ കഥയിൽ ഇന്ത്യക്കുമുണ്ട് ഒരു സ്ഥാനം. 19ാം നൂറ്റാണ്ടിൽ റഷ്യയും ബ്രിട്ടനും തമ്മിൽ നടന്നതും ചരിത്രത്തിൽ ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെടുന്നതുമായ സംഭവങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയത് ഈ കസാക്കിസ്ഥാൻ ഉൾപ്പെടുന്ന മേഖലയാണ്. മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കാൻ റഷ്യയിലെ സാർ ഭരണകൂടം കസാക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. മധ്യേഷ്യയിലേക്കുള്ള റഷ്യൻ വ്യാപനം
ഇന്ത്യയിലെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുമെന്ന് ബ്രിട്ടൻ ഭയന്നു. 1907 ആംഗ്ലോ റഷ്യൻ കൺവെൻഷനിൽ ബ്രിട്ടൻ മധ്യേഷ്യയിലെ റഷ്യൻ മേൽക്കോയ്മ അംഗീകരിച്ചു. അതോടെ ഇന്ത്യക്ക് മേലുള്ള ഭീഷണി ഒഴിഞ്ഞെങ്കിലും കസാക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ റഷ്യയുടെ വരുതിയിലായി. ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകരേണ്ടി വന്നു ഈ നാട് സ്വതന്ത്രമാകാൻ. I'm afraid. അങ്ങനെ പോകുമ്പോൾ ഹൈവേയിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് കണ്ടു. അവിടെ നിന്ന് പുകയൊക്കെ ഉയരുന്നുണ്ട്. പോലീസ് വണ്ടികൾ കിടക്കുന്നു. എന്തോ അപകടമാണ്. കുറച്ച് ട്രക്കുകളൊക്കെയുണ്ട്. അടുത്തെത്തി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ട്രക്ക് നിന്ന് കത്തുന്നു. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീ പിടിച്ചതാണ്. ട്രക്കിന്റെ പുറകിൽ ചരക്കുള്ള ഭാഗമെല്ലാം കത്തി. ഉരുളക്കിഴങ്ങോ മറ്റോ ആണെന്ന് തോന്നുന്നു ലോഡ്. മുൻഭാഗം കത്തി തീർന്നു കഴിഞ്ഞു. ആ കാഴ്ച കണ്ട നടുക്കത്തിൽ നിന്ന് ഉണരുന്നതിനു മുൻപ് ഞങ്ങൾ നഗരത്തിലേക്കെത്തി. അവിടെ ഹോട്ടൽ കസാക്കിസ്ഥാൻ തല ഉയർത്തി നിൽക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം. 8:45 to 9 tomorrow. Okay. രാത്രി 9:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോട്ടൽ കസാക്കിസ്ഥാനിൽ തിരികെ എത്തിയിരിക്കുന്നു. ദീർഘമായ യാത്ര അവസാനിച്ചു. സഞ്ജുവും ഇറീനയും യാത്ര പറഞ്ഞു. അവർ വീട്ടിലേക്ക് പോയി. ഞാൻ ഹോട്ടലിനുള്ളിലേക്ക് നടന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ യാത്രയുടെ ക്ഷീണം തീർക്കണം. നാളെ അതിരാവിലെ യാത്ര തുടങ്ങുകയും വേണം.